ഹലോ ഗൈസ്, ഖൈസിൻ്റെ ഒരു വീഡിയോ കണ്ട് ഗൈസ്. ഖൈസിൻ്റെ വീഡിയോയിൽ അവൻ പറയുന്നത് മസ്താനി വീണ്ടും വന്നു അപ്പാനീനെ കുറ്റം പറഞ്ഞിട്ട് എന്നാണ്. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ട് ഗൈസ്. സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താനിയുടെ ചാനലിൽ മസ്താനി ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മസ്താനി 37 ഒരു ഫ്രണ്ടും ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൈബർ ബുള്ളിങ്ങിനെക്കുറിച്ച്, അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്, അവർക്ക് വരുന്ന ഭീഷണികളെക്കുറിച്ച്, അവർക്ക് പല ഭാഷകളിൽ നിന്ന് വരുന്ന ട്രോളുകളെക്കുറിച്ച്, വളരെ നെഗറ്റീവായുള്ള കമൻറ്റുകളെക്കുറിച്ച്, മെൻഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലെ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള വളരെ അൺഹെൽത്തി ആയിട്ടുള്ള, വളരെ ത്രെറ്റനിങ് ആയിട്ടുള്ള കുറേ പ്രതികരണങ്ങളെക്കുറിച്ച്, പിന്നെ റിയാക്ഷൻ വീഡിയോസൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിലൊരു കാര്യം പറയുന്നത്, അതാണ് ഇവിടെ ഖൈസ് കൂടുതലും പ്രാധാന്യം കൊടുത്തത്. അതായത് അവർ കൊച്ചി എയർപോർട്ടിൽ എത്തിയ സമയത്ത് അവർ ഫോണാണ്ട് ഓൺ ചെയ്ത സമയത്ത് കുറേ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്രേ. അപ്പോൾ പറഞ്ഞൊരു കാര്യം അത്രേ, ഒരാൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, എയർപോർട്ടിന് വെളിയിലെത്തിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരെ കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും അപ്പാനി. അതായത് അവിടെ പുലിക്കളി കളിച്ചിട്ട്, അതായത് അപ്പാനി പുറത്തായ സമയത്ത് അവിടെ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, അതേപോലെ മസ്താനി പുറത്തായ സമയത്ത് ബിഗ് ബോസിൽ ആര്യനും ഒക്കെ ആ ഒരു പുലിക്കളി കളിക്കണമായിട്ടൊരു സംഭവം ചെയ്തില്ല. അപ്പോൾ അതുപോലെ പുലിക്കളി കളിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ട് അപ്പാനി അവിടെ ആൾക്കാരെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എങ്ങനെയാണ് അവൾക്ക് ഫീൽ ചെയ്യുക? അവൾക്ക് പേടിയും സങ്കടവും ഒക്കെ വരും അല്ലേ, ഭയങ്കര ഒരവസ്ഥയിലാവും. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ ഖൈസ് ഇതിനെങ്ങനെ, ഈ ഒരു കാര്യത്തെ ഇങ്ങനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അതായത് ഒരാളെയും അപ്പാനിക്ക് അങ്ങനെ കാശ് കൊടുത്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി അവർ കൂക്കും എന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, അത് എന്താ അങ്ങനെ സംഭവമാണ്. അതായത് നീ ചെയ്ത കാര്യത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് ചാനലുകളിൽ കറണ്ട് പോയിട്ട് കേസ് ഒന്ന് ക്ഷമിക്കുക, എന്തുകൊണ്ടാണ് മറ്റ് ചാനലുകളിൽ മസ്താനി ഇൻ്റർവ്യൂ കൊടുക്കാത്തത്? പല ചാനലുകൾ അവൾ വിളിച്ചിട്ടുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് കൊടുക്കാത്ത അവൾ പറയുന്നത്, അത് അവിടെയൊക്കെ ഇവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവളൊരു കണ്ടൻറ്റാക്കി മാറ്റിയിട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്, സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ് ആ ചാനലുകൾ. അപ്പോൾ അവരത് എങ്ങനെയാണ് തമ്പനെയിലിടുക, എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം കറണ്ട് വന്നു, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വേറെ രീതിയിലായിരിക്കും ആ ഇൻ്റർവ്യൂവിനെ വളച്ചൊടിക്കുന്നുണ്ടായിരിക്കുക എന്നൊക്കെ ഒരു സംഗതി, എഡിറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, മസ്താനി പറഞ്ഞത്, മസ്താനിൻ്റെ ചാനലാണെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത കമൻറ്റുകളെ ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും, അതേപോലെ തന്നെ അവളുടെ സ്വന്തം ചാനലിലാണ് നടക്കുന്നത്, കോപ്പി റൈറ്റ് കൊടുക്കാനും ഒക്കെ പറ്റുമെന്ന്. പിന്നെ നമുക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ട് കിട്ടുമല്ലോ നമുക്കായിരിക്കും. പിന്നെ അവളുടെ ചാനലൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അവളൊരു, അപ്പോൾ ഇവിടെ ഓൻ പറയണത്, ഖൈസ് പറയുന്നത്, അപ്പോൾ സ്വന്തം ജോലിയെ തന്നെ കുറ്റപ്പെടുത്തിയില്ലേ, നിങ്ങളിതേപോലെ എഡിറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ കണ്ടൻറ്റാക്കി മാറ്റിയിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര കാശുണ്ടാക്കിയതാവും എന്നൊക്കെയാണ് ആര് പറയുന്നത്? ഖൈസ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത്. അവർക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ അവർ ചെയ്തൊരു കാര്യം ആളുകൾക്ക് ഇഷ്ടമായില്ല, അത് വളരെ നെഗറ്റീവായിട്ട് ആളുകൾക്ക് തോന്നി, നെഗറ്റീവാണ്, അങ്ങനെ തന്നെ എടുക്കാം. അത് കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരുത്തി മസ്താനിയാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു വിഷയമുണ്ടല്ലോ, അത് കുറച്ച് പരിതാപകരമാണ് തോന്നുന്നു കേസ്. പിന്നെ മസ്താനി തന്നെ മസ്താനിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, അവരെല്ലാ കാര്യങ്ങളെയും വളരെ തമാശയായിട്ട് എടുത്തായിരുന്നു, ട്രോളുകളെയും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര പേടിയാണ്, ഒന്നും തമാശ രീതിയിൽ എടുക്കാൻ പറ്റില്ല, ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല, ഭയങ്കര പേടിയാണ് എന്നൊക്കെ. അങ്ങനെ പേടിയൊക്കെ ആയിട്ടുള്ളൊരവസ്ഥ ആലോചിച്ചൊക്കെ അവർ തെറാപ്പി എടുക്കേണ്ടി വരും അല്ലേ, തെറാപ്പി എടുക്കേണ്ടി വരും. ആളുകളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും, ഒരാളോട് ഇടപഴകുമ്പോഴൊക്കെ ഇനി എത്ര ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാളോട് ഇനി ഉള്ളു പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമോ? ഒരു അപരിചിതനോട് സംസാരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും മസ്താനി അല്ലേ. മസ്താനി എന്നല്ല, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നമ്മളെ കണ്ടൻറ്റാക്കി മാറ്റും, ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ആളുകൾക്ക് വേണ്ടി നെഗറ്റീവ് സംഭവമാണ്, നെഗറ്റീവ് സാധനം റൂമേഴ്സും ഇതൊക്കെയാണ് ആളുകൾക്ക് കേൾക്കാനും കാണാനും ആഗ്രഹം ഗൈസ്. അല്ലാണ്ട് നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാൽ ഒരു പട്ടിക്കത് വേണ്ട, പൊതുവെ അങ്ങനെയുള്ള പട്ടികൾ കുറവാണ്. പോസിറ്റീവായ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇവർക്കൊക്കെ നെഗറ്റീവ് സംഗതികൾ, വിവാദങ്ങൾ, മറ്റോളെ തെറി വിളിച്ചു, അല്ലെങ്കിൽ മറ്റോനെ പറ്റിച്ചു, പീഡിപ്പിച്ചു, ഇത് സംഗതി, അല്ലെങ്കിൽ സത്യം പോലും അറിയാണ്ട് നുണകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനാണ് കൂടുതൽ ആളുകൾ. സത്യം ഒന്നും ഇവിടെ ആയിരിക്കും വേണ്ട.
അപ്പോൾ കേസ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് മസ്താനിക്കെതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് മസ്താനിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച്, അവർക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച്, അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച്, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച്, സീരിയസ് ആയ അലിഗേഷൻസ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ അവരവരുടെ ചാനലിൽ 2 ഇൻ്റർവ്യൂസിലിട്ടത്. എന്നുവെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിന് അത് 2 പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ ലൈഫിനെ കുറിച്ച് അവരതിൽ പറയുന്നുണ്ട്. അവർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മെൻ്റലി ഓക്കെ അല്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം. അപ്പോൾ അവർ അത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പേടിച്ചിട്ടും വിഷമിച്ചിട്ടും ഉറക്കം വൃത്തിയായിട്ടില്ലാണ്ടെയും സെൽഫ് കെയർ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാണ്ടെയും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ടെൻഷൻ അടിച്ചിട്ടും പേടിച്ചിട്ടും ആങ്ഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കും അവർ ഇൻ്റർവ്യൂ സാധനങ്ങൾ വീഡിയോ ആയിട്ട് അവർ ചാനലിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊരു എമ്പതി കാണിക്കണ്ടേ? നമ്മൾ അവരുടെ വാക്കുകളെല്ലാം മൊത്തത്തിൽ വിലയിരുത്തി അങ്ങനെ ആക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരങ്ങനെ ഒരു മോശം സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഷീ നീഡ്സ് അവർ സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നാളെ ഇപ്പോൾ നമുക്കും ഇങ്ങനെ അവസ്ഥ വരില്ല പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതിയിൽ ഒരു വീഡിയോ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പബ്ലിക്കായിട്ട് പറയുക ചെയ്താൽ അത് ചിലപ്പോൾ വൻ വിവാദമായിരിക്കും. അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം, എന്തെങ്കിലും ആവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സപ്പോർട്ട് വേണം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുക. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ മൊത്തം നമുക്ക് എതിരായിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നല്ലതോ ചീത്തയെന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം എതിരാവുണ്ടാവും. അവരെല്ലാവരും എതിരാണെന്നുള്ളതുകൊണ്ട് നമുക്ക് എന്താ ഇവിടെ ജീവിക്കണ്ടേ? അപ്പോൾ നമ്മൾ അത് തെറ്റാണെങ്കിൽ തെറ്റ് പറ്റി എന്ന് പറയുക, സോറി പറയുക, മുന്നോട്ട് പോവുക. മനുഷ്യ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ സമയത്തും നമ്മൾ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഈ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുക. ഒരു തെറ്റ് പറ്റി എന്നുള്ളത് കൊണ്ട് അയാളുടെ ജീവിതം മൊത്തം തകർന്നു പോയി, അല്ലെങ്കിൽ അയാൾ തകർന്നു പോകേണ്ടതാണ്, ഇനി ഇയാൾ എഴുന്നേറ്റ് വരരുതെന്നൊന്നും ദയവ് ഇത് വിചാരിക്കരുത്. അങ്ങനെയൊന്നും ആരും കണക്കാക്കരുത്. അവർക്ക് അവരുടെ കരിയറുണ്ട്. ആങ്കറിങ്ങും മോഡലിങ്ങും ഇതൊക്കെ മസ്താനിക്ക് ഇഷ്ടമുള്ള മേഖലകളാണ്. അവർ യൂട്യൂബ് ചാനൽ കാണുക, അവർ ആങ്കറിങ് ഇതിനൊക്കെ ആൾക്കാരെ വിളിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോസൊക്കെ കാണുക. അതേപോലെ തന്നെ നല്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുക, മസ്താനി അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഈ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ടോ, ഈ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതിന് സന്തോഷമാവും. ഇങ്ങനെ കുഞ്ഞു രീതിയിൽ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരണം എല്ലാവരെയും. മസ്താനീനെ മാത്രമല്ല എല്ലാവരും. ഇപ്പോൾ മസ്താനീനെ ആരും കൈവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ മസ്താനീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കോന്തം വരുമെന്ന് വിചാരിക്കേണ്ട. മസ്താനീനല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യും തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഭവം പാസ്റ്റ് ഈസ് പാസ്റ്റ് ഗൈസ്. അപ്പോൾ മസ്താനീനെ ഇനിയും കൂടുതൽ ക്രൂരമായ അവസ്ഥയിലേക്ക് എത്തിക്കാണ്ടിരിക്കുക. പാവം നിങ്ങൾ എത്ര സൈബർ ബുള്ളിങ്ങിൻ്റെ ഇരകളായ ആളുകളുടെ ഒരു അവസ്ഥയെ കുറിച്ച് ചിലർ ഭയങ്കര കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, വളരെ ട്രോമാറ്റിക്കായ അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഒരു മസ്താനിക്ക് ഒരു ഫാമിലീനെ നോക്കാണ്ട്, അതും കൂടി മനസ്സിലാക്കണേ. മസ്താനി ഒറ്റയ്ക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണ വ്യക്തിയല്ല. അവൾക്ക് ഉമ്മാനെയും ഒക്കെ നോക്കാണ്ട്. പെങ്ങളെന്തുണ്ട് എന്നല്ലേ പറഞ്ഞു, പെങ്ങളോ അനിയനോ എന്തോ ഉണ്ട് അല്ലേ, ഒരാളും കൂടി 2 പേരുണ്ട് ഫാമിലിയിൽ ഇവളെ കൂടാണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കണം, കാശ് വേണം, കരിയർ നോക്കണം അല്ലേ. അപ്പോൾ അവളുടെ ജീവിതവും കരിയറും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി നമ്മുടെ ഭാഗത്തുനിന്ന് വരാണ്ടിരിക്കുക എന്നൊരു സംഗതി. പിന്നെ ഒരാൾ ഒരു തെറി വിളിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ഒരു 10 പേര് കൂടി തെറി വിളിച്ചാൽ 11 പേരുടെ തെറിയായി. അത് വലിയ രീതിയിലാണ് എടുക്കേണ്ടായിരിക്കുക. അവളുടെ കരിയറിനെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടായിരിക്കാം. അവളെ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ ഇനി എത്തിപ്പെടുന്ന വളരെ ബാഡായ ആളുകളുടെ അടുത്തൊക്കെ ആയിരിക്കും, ജീവിക്കേണ്ടേ മനുഷ്യർക്ക്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് വരാണ്ടിരിക്കട്ടെ. മസ്താനിയോടൊപ്പം ഗൈസ്, മസ്താനി ഒരു തോന്നിവാസം കാണിച്ചു, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഉദ്ദേശിച്ച് വൈറലാവുമെന്ന് വിചാരിച്ച് ചെയ്തൊരു സാധനം വളരെ നെഗറ്റീവായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം മസ്താനി നമ്മളൊക്കെ കൂടെ ഉണ്ടിട്ട മസ്താനി അടിപൊളി. അപ്പോൾ നിങ്ങളും പറ്റണ പോലെ കൂടെ നിൽക്കുക. എന്തിനാണ് ഒരാളോട് പേഴ്സണൽ ഗ്രഡ്ജ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മസ്താനി മുത്തുമണി കം ബാക്ക് സ്ട്രോങ്ങർ.